സമ്പന്നമായ ചരിത്രം, മനോഹരമായ ബീച്ചുകൾ, സാംസ്കാരിക ഉത്സവങ്ങൾ എന്നിവയാൽ പ്രശസ്തമായതും പോർച്ചുഗീസ് പൈതൃകത്തിൻ്റെയും ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെയും സവിശേഷമായ മിശ്രിതങ്ങളിലൊന്നായും പോർച്ചുഗീസ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സംഗമസ്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഏറ്റവും മികച്ച സ്ഥലങ്ങളിലൊന്നായും ദമനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഗോവയും മറ്റ് 2 പോർച്ചുഗീസ് എൻക്ലേവുകളും ഗോവയുടെ കേന്ദ്രഭരണ പ്രദേശമായി മാറി. ദാമൻ ദിയു എന്നിവ 1965 ഗോവയെ ഒരൊറ്റ ജില്ലയായി സംഘടിപ്പിച്ചു. 1987 മെയ് 30 ഗോവയ്ക്ക് സംസ്ഥാന പദവി ലഭിച്ചു. അതേസമയം ദാമൻ ദിയു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായും മാറി. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ദാമൻ ദിയുവിൻ്റെ ഭരണം നിർവഹിച്ചത് ഒരു രാഷ്ട്രത്തലവനോ സർക്കാരിൻ്റെയോ ഗവർണറോ അല്ല, മറിച്ച് രാഷ്ട്രപതിയുടെ ഏജൻ്റായി ഇന്ത്യൻ പ്രസിഡന്റ് നിയമിച്ച ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. മുംബൈയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ദാമൻ ജില്ല വടക്ക് കിഴക്ക് തെക്ക് ഭാഗങ്ങളിൽ ഗുജറാത്ത് സംസ്ഥാനത്തെ വൽസാദ് ജില്ലയിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. നാസിക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദാമൻ ഗംഗാ നദി ദാമൻ ജില്ലയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നു. മോത്തി ദാമൻ, നാനി ദാമൻ എന്നിങ്ങനെ 2 വിഭാഗമായി അതിനെ തിരിക്കുന്നു. ചരിത്രപ്രേമികൾക്ക് ഈ കോട്ട പരിവേഷണം നടത്തുന്നത് വളരെ കൗതുകകരമായ ഒരു അനുഭവമാണ്. മുഗൾ സൈന്യത്തിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് പോർച്ചുഗീസുകാരെ സംരക്ഷിക്കുന്നതിനായി 1559 ഇത് നിർമ്മിച്ചത്. വളരെ ശാന്തസുന്ദരമായ ഒരിടമാണ് ദാമൻ. ധാരാളം ബീച്ചുകളും പൈതൃക കെട്ടിടങ്ങളുമുണ്ട്. ബീച്ചിൽ സമയം ചെലവഴിക്കുവാനോ ചുറ്റി നടക്കുവാനോ ഇഷ്ടമാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ബീച്ചിൽ സാധാരണ ബീച്ചിൽ കാണുന്നത് പോലെ വെളുത്ത മൺതരികളല്ല, കറുത്ത മൺതരികളാണ് കാണുന്നത്. ആളുകൾ എന്തിനാണ് ദമാനിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ, മനോഹരമായ ബീച്ചുകൾ, കൊളോണിയൽ കാലഘട്ടത്തിലെ വാസ്തുവിദ്യ, ഇന്ത്യൻ പോർച്ചുഗീസ് സംസ്കാരങ്ങളുടെ സവിശേഷമായ മിശ്രിതം, ചരിത്രപരമായ കോട്ടകൾ പരിവേഷണം ചെയ്യുക, രുചികരമായ സമുദ്ര വിഭവങ്ങൾ ആസ്വദിക്കുക എന്നിവയ്ക്ക് വേണ്ടിയാണ് ആളുകൾ ദമാനിലേക്ക് പോകുന്നത്. ഈ പ്രദേശത്തെ പ്രധാന ഭാഷ ഗുജറാത്തിയാണ്. ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നതും ഇതാണ്. ഔദ്യോഗിക പ്രവർത്തനത്തിൻ്റെ ഭാഷ ഇംഗ്ലീഷാണ്. ഗ്രാമപ്രദേശങ്ങളിൽ പോലും ബഹുഭൂരിപക്ഷം ആളുകളും ഹിന്ദി മനസ്സിലാക്കുന്നു. ബിസിനസ്, ഹോസ്പിറ്റാലിറ്റി വ്യാപാരത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രൊഫഷണലുകളാണ് ഭൂരിഭാഗവും. മദ്യത്തിൻ്റെ ഉപയോഗം എക്കാലവും വെറുത്ത ഗുജറാത്തിൽ നിന്ന് വ്യത്യസ്തമായി ദാമനിൽ പോർച്ചുഗീസ് ജനത മദ്യം എളുപ്പത്തിൽ സ്വീകരിക്കുന്നത് പോലെയാണ്. മദ്യപിക്കുന്നവർക്കും മദ്യം തിരികെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പോലും ദാമനിൽ എക്സൈസ് തീരുവ ഇല്ലെന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ചരിത്രപ്രേമികൾക്ക് ഈ കോട്ട പരിവേഷണം നടത്തുന്നത് വളരെ കൗതുകകരമായ ഒരു അനുഭവമാണ്. മുഗൾ സൈന്യത്തിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് പോർച്ചുഗീസുകാരെ സംരക്ഷിക്കുന്നതിനായി 1559 ഇത് നിർമ്മിച്ചത്. ദമാനിലൂടെ ഒഴുകുന്ന നദിയാണ് ദമാൻ ഗംഗാ നദി. ഇത് ഇവിടെ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ദാമൻ ഗംഗാ നദി ഈ നഗരത്തെ നാനി ദാമനെന്നും മോട്ടി ദാമനെന്നും 2ആയി വേർതിരിക്കുന്നു. പേരിനു വിപരീതമായി ഇതിൽ വലുതായ നാനി ദാമനാണ് നഗരത്തിലെ ഹൃദയഭാഗം.
പ്രധാന ആശുപത്രികളും സൂപ്പർ മാർക്കറ്റുകളും മറ്റും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗവൺമെൻറ് കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മോട്ടി ദാമനിലാണ്. ഈ പ്രദേശത്തെ യോജിപ്പിക്കുന്ന 2 പാലങ്ങളിൽ ചെറിയത് 2003 ഓഗസ്റ്റ് 28 തകർന്നു വീണു. നാനി ഡാമിൻ്റെ വടക്കൻ മേഖലയിൽ ദാമൻ ജൈനക്ഷേത്രം കാണുവാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിലെ പരിഷ്കരിച്ച ചുവർച്ചിത്രങ്ങളുടെ മനോഹരമായ കാഴ്ചകളും നമുക്ക് ആകർഷിക്കത്തക്ക രീതിയിലാണ്. മിക്ക ചിത്രങ്ങളും 18-ാം നൂറ്റാണ്ടിലേതാണ്. ദാമനിലെ ജൈനക്ഷേത്രം വളരെ പ്രശസ്തവും മനോഹരവുമായ നാനി ദാമൻ കോട്ടയുടെ വടക്കൻ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരവും സങ്കീർണവുമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത് അലങ്കരിച്ച ഉൾഭിത്തികളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ദാമൻ ജൈനക്ഷേത്രം സന്ദർശിക്കുന്നതിന് പുറമെ ദാമൻ കോട്ടയിലോ സെൻറ്റ് ജെറോമിൻ്റെ കോട്ടയിലേക്കോ നമുക്ക് പോകുവാൻ സാധിക്കും. അവർ ലേഡി ഓഫ് ദി സീയുടെ ശ്രദ്ധേയമായൊരു പള്ളിയുടെ കാഴ്ചയും അവിടെ കാണുവാൻ സാധിക്കും. മനോഹരമായ അൾത്താരയാണ് ഈ പള്ളിക്കുള്ളത്. നാനി ഡാമിൻ്റെ വടക്കൻ മേഖലയിൽ ദാമൻ ജൈനക്ഷേത്രം കാണുവാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിലെ പരിഷ്കരിച്ച ചുവർച്ചിത്രങ്ങളുടെ മനോഹരമായ കാഴ്ചകളും നമുക്ക് ആകർഷിക്കത്തക്ക രീതിയിലാണ്. മിക്ക ചിത്രങ്ങളും 18-ാം നൂറ്റാണ്ടിലേതാണ്. ദാമനിലെ ജൈനക്ഷേത്രം വളരെ പ്രശസ്തവും മനോഹരവുമായ നാനി ദാമൻ കോട്ടയുടെ വടക്കൻ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരവും സങ്കീർണവുമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത് അലങ്കരിച്ച ഉൾഭിത്തികളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ദാമൻ ജൈനക്ഷേത്രം സന്ദർശിക്കുന്നതിന് പുറമെ ദാമൻ കോട്ടയിലോ സെൻറ്റ് ജെറോമിൻ്റെ കോട്ടയിലേക്കോ നമുക്ക് പോകുവാൻ സാധിക്കും. അവർ ലേഡി ഓഫ് ദി സീയുടെ ശ്രദ്ധേയമായൊരു പള്ളിയുടെ കാഴ്ചയും അവിടെ കാണുവാൻ സാധിക്കും. മനോഹരമായ അൾത്താരയാണ് ഈ പള്ളിക്കുള്ളത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ദാമൻ. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സമന്വയമാണ്. ഈ സ്ഥലം ഒരു സവിശേഷമായ സൗന്ദര്യാത്മക ആകർഷണവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പ്രദാനം ചെയ്യുന്നു. ശാന്തമായ അന്തരീക്ഷത്തിനും പേരുകേട്ട ഇത് സഞ്ചാരികൾക്കൊരു കവാടം കൂടിയാണ്. തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ദാമൻ സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യം. ഈ സമയത്ത് കാലാവസ്ഥ വളരെ മനോഹരമാണ്. ദാമനിൽ പ്രധാനമായുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ജാംബോർ ബീച്ച്, സെൻറ്റ് ജെറോം അല്ലെങ്കിൽ മോത്തി ദാമൻ കോട്ടയിലെ ചരിത്ര പരിവേഷണം, ബോം ജീസസ് പള്ളിയിലെ മതസന്ദർശനം എന്നിവ. ദാമനിലെ സമീപ സ്ഥലങ്ങളിലൊന്നാണ് സിൽവാസ. സൗന്ദര്യത്തിനും പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിക്കും പേരുകേട്ട പട്ടണങ്ങളിൽ ഒന്നാണിത്. ദാമനിൽ നിന്ന് വെറും 25 കിലോമീറ്റർ അകലെയുള്ള ഈ സ്ഥലം അസാധാരണമായ സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. പിന്നുള്ളതാണ് തിത്താൾ ബീച്ച്. കറുത്ത നിറമുള്ള മണലുകൾക്ക് പേരുകേട്ട തിത്താൾ ബീച്ച് ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമെന്ന രീതിയിൽ പ്രശസ്തി നേടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്വാമിനാരായൺ ക്ഷേത്രത്തിലേക്കും സായിബാബയുടെ ക്ഷേത്രത്തിലേക്കും ദർശനം നടത്തുവാൻ പോകാം.